നോമ്പ് തുറക്കുന്ന സമയത്ത് മധുരത്തിലുള്ള എന്തെങ്കിലും കഴിക്കാൻ വേണമെന്ന് നിർബന്ധമുള്ളവർക്ക് ട്രൈ ചെയ്യാൻ പറ്റിയ നല്ലൊരു കിഡിലൻ റെസിപ്പിയുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത്. ഇത് സേമിയ പായസം അല്ല കേട്ടോ, കണ്ടാൽ ചിലപ്പോൾ അങ്ങനെയൊക്കെ തോന്നും, പക്ഷേ അതല്ല. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെയുള്ള കുഞ്ഞ് ബെല്ലൈക്കണം കൂടി ഒന്ന് പ്രസ് ചെയ്തോളൂ കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് ഒരു സ്പൂൺ നെയ്യ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ നെയ്യ് ഒന്ന് ഉരുകി വരുമ്പോൾ ഞാനതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടെയാണ് കേട്ടോ, അത് രണ്ടും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിൽ അണ്ടിപ്പരിപ്പ് ഞാൻ കട്ട് ചെയ്തിട്ടാണ് ഇട്ടിട്ടുള്ളത്. ഇനി ഇതിനെ നമുക്ക് നെയ്യിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് വഴറ്റിയിട്ടെടുക്കാം. അപ്പോൾ അതിൽ മുന്തിരിയൊക്കെ ഒന്ന് വീർത്ത് വരില്ലേ, ആ ഒരു പരുവാകുമ്പോൾ നമുക്കിതിലേക്ക് ഇനി സേമിയ ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഒരു 1/2 കപ്പ് സേമിയാണ് എടുത്തിട്ടുള്ളത്. ഈ സേമിയ ഞാനതിലേക്ക് ചേർത്ത് കൊടുത്തു. ഇനി സേമിയനെ നെയ്യിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് നമുക്ക് റോസ്റ്റ് ചെയ്തെടുക്കാം. ഒരുപാട് അങ്ങ് റോസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒന്നിങ്ങനെ ഒന്ന് വഴറ്റിയിട്ട് എടുത്താൽ മതി. അതിനുശേഷം നമുക്കതിലേക്ക് പാലൊഴിച്ച് കൊടുക്കണം. ഞാനിപ്പോൾ ഇവിടെ ഏകദേശം ഒരു 1.5 കപ്പ് പാലാണ് ഇതിലേക്ക് ഒഴിക്കുന്നത് കേട്ടോ. ഞാനതിലേക്ക് വെള്ളമൊന്നും ആഡ് ചെയ്യുന്നില്ല. ഇനി വേണമെന്നുണ്ടെങ്കിൽ 1 കപ്പ് പാലും 1/2 കപ്പ് വെള്ളം എടുത്താലും വലിയ കുഴപ്പമില്ല കേട്ടോ. ഇനി നമുക്ക് ഈ സേമിയനെ ഇതിലിട്ടിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കണം. ആ സമയത്ത് നമുക്കിതിലേക്കുള്ള പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കും. ഞാനിപ്പോൾ 1 സ്പൂൺ പഞ്ചസാരയെ ചേർത്തിട്ടുള്ളൂ, കാരണം ഞാൻ മിൽക്ക് മെയ്ഡ് ചേർക്കുന്നതുകൊണ്ടാണ് 1 സ്പൂൺ ആക്കിയത്. മിൽക്ക് മെയ്ഡ് ചേർക്കുന്നില്ലെങ്കിൽ കൂടുതൽ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ സേമിയൊക്കെ ഇതിലേക്ക് കിടന്ന് നന്നായിട്ടൊന്ന് തിളച്ച് വരുന്നുണ്ട്. ഈ സമയത്ത് ഞാൻ മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ മിൽക്ക് മെയ്ഡ് ചേർത്തിട്ട് നമ്മളിതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി നമുക്കിതിനെ ഒരുപാട് അങ്ങ് വറ്റിച്ചെടുക്കണ്ട, അതായത് ഈ സേമിയയും പാലും കൂടെ ഏകദേശം ഒരു ഒപ്പം നിൽക്കുന്ന അങ്ങനത്തെ ഒരു കൺസിസ്റ്റൻസി ആയി വരും. ഇത് ഒന്ന് ജസ്റ്റ് ഒന്ന് തിക്കായി വരും, എന്നാൽ ഓവർ തിക്കല്ല. ആ ഒരു സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യണം. എന്നിട്ട് നമുക്കിതിനെ വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഞാനിപ്പോൾ ഇതിനെ വേറൊരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ. അതാ ഈ ഒരു പാകത്തിലാണ് നമുക്ക് വേണ്ടത്. സേമിയയും പാലും കൂടി ഏകദേശം ഒരേ ലെവലിൽ വരുന്ന പോലെ. അപ്പോൾ ഇങ്ങനെ ആക്കിയ ശേഷം നമുക്കിനി ഇതിനെ ഫ്രിഡ്ജിൽ വെക്കണം. ഫ്രിഡ്ജിൽ വെച്ചിട്ട് നല്ല പോലെ തണുപ്പിച്ചെടുക്കാം. ഇപ്പോൾ കുറച്ച് സമയം കഴിഞ്ഞ് ഞാൻ എടുത്തതാട്ടോ. ഇപ്പോൾ ഞങ്ങൾക്ക് കണ്ടാൽ ഇതൊന്നുകൂടെ തിക്കായിട്ടുണ്ട് തണുപ്പിച്ചിട്ട് നമ്മൾ എടുക്കുമ്പോൾ. അപ്പോൾ നിങ്ങളിപ്പോൾ ഇത് എടുക്കുമ്പോൾ ഓവർ തിക്കായിട്ട് തോന്നുകയാണെങ്കിൽ വേണമെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ തണുത്ത പാൽ ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഒരു പാകത്തിന് ലൂസായിട്ട് വരും അത്. ഇനി ഞാനിതിലേക്ക് കുറച്ച് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ബദാമാണ് ആദ്യം ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ ബദാം ചേർത്തിട്ട് ഞാൻ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നിങ്ങളുടെ കയ്യിൽ പിസ്തയൊക്കെ ഉണ്ടെങ്കിൽ പിസ്ത സ്ലൈസസും ഒക്കെ നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ, നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച്. പിന്നെ നമുക്കിതിലേക്ക് ഫ്രൂട്ട്സ് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ കുറച്ച് ആപ്പിൾ ചെറുതായിട്ട് കട്ട് ചെയ്തതും പിന്നെ കുറച്ച് ഉറുമാമ്പഴം കൂടിയാണ് ചേർക്കുന്നത്. എൻ്റെ കയ്യിൽ ഇപ്പോൾ ഇതേ ഫ്രൂട്ട്സ് ഉള്ളൂ, അതുകൊണ്ടാണ് ഞാനിത് മാത്രം ചേർക്കുന്നത്. ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ മാങ്ങയോ അങ്ങനെ നമ്മുടെ കയ്യിൽ എന്ത് ഫ്രൂട്ട്സ് ആണുള്ളതെന്ന് വെച്ചാൽ അതൊക്കെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി ഈ ഫ്രൂട്ട്സും കൂടെ ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കും. അപ്പോൾ ഇത് മിക്സ് ചെയ്തെടുക്കുന്ന സമയം കൊണ്ട് നമുക്ക് നമ്മുടെ ഗിവ് അവേയുടെ ക്വസ്റ്റ്യൻ എന്താണെന്ന് അറിയണ്ടേ. നമ്മുടെ ഇന്നത്തെ ചോദ്യം ഇതാണ്: നമ്മൾ ഈ ചാനലിൽ ഒരുപാട് ട്രാവൽ വ്ളോഗ്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ചെയ്ത ട്രാവൽ വ്ളോഗ്സിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വ്ളോഗ് ഏതാണെന്നാണ് നിങ്ങൾ കമൻറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ട്രാവൽ വ്ളോഗ്സിൻ്റെ വീഡിയോസ് എളുപ്പത്തിൽ കിട്ടാൻ വേണ്ടിയിട്ട് അതിൻ്റെ പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് ഞാൻ കമൻറ്റിൽ പിൻ ചെയ്ത് വെക്കുന്നുണ്ട്, പിന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുക്കാം കേട്ടോ. ഇപ്പോൾ നമ്മൾ ഈ ഫ്രൂട്ട്സും സേമിയയും എല്ലാം കൂടെ നല്ല പോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നല്ല സിമ്പിളാണ് ഉണ്ടാക്കാൻ, എന്നാൽ നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ എല്ലാവരും എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ഫ്രൂട്ട് സലാഡ് പോലെയല്ല, നല്ല ഹെൽത്തിയാണ്. കസ്റ്റർഡ് പൗഡറിൻ്റെ ഒന്നും ആവശ്യമില്ലല്ലോ, നമ്മുടെ പാലും നെയ്യും ഒക്കെ തന്നെയല്ലേ ചേർത്തിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും എന്തായാലും ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിശ്വസിക്കുന്നു. പിന്നെ ഗിവ് അവേയുടെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ചെയ്യാനും മറക്കല്ലേ.